വയനാട്ടിൽ പടമല സ്വദേശി അജീഷ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. ടി സിദ്ദിഖ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. നിലവിലെ സാഹചര്യത്തിൽ സഭ നിർത്തിവെച്ച് വിഷയം ചർച്ച ചെയ്യുന്നത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. സിഗ്നൽ വിവരങ്ങൾ കൈമാറുന്നതിൽ കർണാടക വീഴ്ച വരുത്തിയതിന് കേരള സർക്കാരിനെ കുറ്റപ്പെടുത്തരുതെന്നും വനം മന്ത്രി പറഞ്ഞു. വനം വകുപ്പ് മന്ത്രിയുടെ ഉത്തരവാദിത്തം വനവും വന്യജീവികളെയും സംരക്ഷിക്കലാണെന്നും എ കെ ശശീന്ദ്രൻ പറഞ്ഞു. വന്യജീവികൾക്ക് മന്ത്രി സംരക്ഷണം കൊടുക്കേണ്ടത് കാട്ടിലാണ്, അല്ലാതെ നാട്ടിലല്ല എന്നായിരുന്നു ടി സിദ്ദിഖിന്റെ മറുപടി. വനമേഖലയിലെ മനുഷ്യർക്ക് പുല്ലുവിലയാണ് സർക്കാർ നൽകുന്നതെന്നും ടി സിദ്ദിഖ് വിമർശിച്ചു. അഖിൽ ഷാ അൻസാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അഖിൽ ഷാ, എന്തൊക്കെയാണ് പ്രതിപക്ഷം പറഞ്ഞത്? എന്താണ് മന്ത്രിയുടെ മറുപടി? വേണു, നിയമസഭയിൽ ടി സിദ്ദീഖ് എം എൽ എ ആണ് ഇതുമായി ബന്ധപ്പെട്ടൊരു അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. എന്നാൽ മന്ത്രി എ കെ ശശീന്ദ്രൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഘട്ടത്തിൽ ഒരു ചർച്ച നടത്തിയാൽ ഈ ചർച്ച ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുമെന്നുള്ളൊരു മറുപടിയാണ് മന്ത്രി എ കെ ശശീന്ദ്രന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അത്തരത്തിൽ ഇതിന് മറുപടി പറയുന്ന ടി സിദ്ദീഖ് എം എൽ എ സർക്കാരിനെ പൂർണ്ണമായി തള്ളുന്ന ഒരു സമീപനവുമുണ്ട്. ഏറ്റവും പ്രധാനമായും അദ്ദേഹം പറഞ്ഞത് ഈ റേഡിയോ കോളർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉണ്ടായിട്ടും ഈ ആന ജനവാസ മേഖലയിൽ എത്തുന്നത് തടയാനോ അല്ലെങ്കിൽ ഇതിന്റെ തുടർ നീക്കങ്ങൾ തടയാനോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സർക്കാർ പൂർണ്ണമായി പരാജയപ്പെട്ടു എന്നുള്ളൊരു കാര്യമാണ് ഏറ്റവും പ്രധാനമായും ടി സിദ്ദീഖ് എം എൽ എ ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനമായും വ്യക്തമാക്കിയത്. പൂർണ്ണമായി സർക്കാരിനെ പിന്തള്ളുന്ന, സർക്കാർ ഈ പറയുന്ന മരിച്ച വ്യക്തിയുടെ കുടുംബത്തെയോ അല്ലെങ്കിൽ നേരത്തെ ഇത്തരത്തിൽ അപകടങ്ങളുണ്ടായ കുടുംബത്തെ ഒന്നും സന്ദർശിക്കാനുള്ള ഒരു സമീപനം സർക്കാരിൻ്റെയോ അതുപോലെ തന്നെ വനം മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നില്ല എന്നുള്ള ഒരു വലിയ വിമർശനം ഈ ടി സിദ്ദീഖ് എം എൽ എയുടെ ഭാഗത്തുനിന്നുണ്ട്. എന്തായാലും സർക്കാരിൻ്റെ ഒരു നിലപാട്, മന്ത്രിയുടെ നിലപാട് ഈ ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു ചർച്ചയുമായി മുന്നോട്ട് പോകണ്ട എന്നുള്ളതാണ്. ചർച്ച ചെയ്താൽ അത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും അതുപോലെ തന്നെ വകുപ്പിന്റെയും ഒക്കെ ഒരു ആത്മവിശ്വാസം കെടുത്തുന്ന ഒരു രീതിയിലേക്ക് പോകും. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ ഒരു സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യം ഇതിനില്ല. പൂർണ്ണമായും സർക്കാർ ഇതിന്റെ ഗൗരവത്തെ അത്തരത്തിൽ തന്നെ ഉൾക്കൊള്ളുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വേണ്ട നടപടികൾ വരും ഘട്ടങ്ങളിൽ തീരുമാനിക്കും. ഇനിയും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഒരു പ്രത്യേക സമിതിയെയും സർക്കാർ നിയോഗിച്ചിട്ടുണ്ടെന്ന് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ആ സമിതി 2 ദിവസത്തിനുള്ളിൽ യോഗം ചേരും. ആ യോഗം ചേർന്നതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് നടപടികൾ ഏതൊക്കെ തരത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ സുരക്ഷ ഇതുമായി ബന്ധപ്പെട്ട് ഉറപ്പാക്കണം, മറ്റുള്ള വന്യജീവികൾ ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക് എത്തുന്നതിൽ ഉള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ മന്ത്രി ഈ ഘട്ടത്തിൽ വ്യക്തമാക്കി. ഒപ്പം അന്തർ സംസ്ഥാന അതിർത്തികളിൽ നിരീക്ഷണം ശക്തമാക്കുമെന്നുള്ള കാര്യവും മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. പെട്രോളിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാകും. കൂടുതൽ അതിക്രമങ്ങൾ, കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ നടപടികളും സർക്കാർ എടുക്കുമെന്നുള്ള കാര്യവും മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഈ ചർച്ച അതിന്റെ ആവശ്യമില്ല എന്നുള്ളൊരു നിലപാടിലാണ് സർക്കാരും വനം വകുപ്പും. ശരി, അഖിൽ ഷാ അൻസാറാണ് നിയമസഭയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.